നിയമസഭയിലെ ചർച്ചകളിൽ ബുദ്ധിവൈഭവവും അഗാധ ജ്ഞാനവും സ്വയം തെളിയിക്കാൻ സാമാജികർ പെടാപ്പാടുപെടുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്ത് കത്തി നിൽക്കുന്ന വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം സാമ്പത്തികത്തിൽ കയറി വിളയാടിയപ്പോൾ കണക്കിലെ കുലഗുരു കൗടില്യനെ കടമെടുത്തിരുന്നു. അത് നമ്മുടെ മുല്ലക്കരയ്ക്ക് ഇഷ്ടമായില്ല. വീണ്ടും മന്ത്രിയാകാൻ ഏതായാലും പാർട്ടി സമ്മതിച്ചില്ല എന്ന് വെച്ച് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒന്നും കിട്ടിയില്ലെങ്കിൽ തുമ്പിയെ പിടിച്ചെങ്കിലും കാര്യം സമർത്ഥിക്കണം. സാർ, കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കൗടില്യൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. കൗടില്യൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കൗടില്യൻ പറഞ്ഞത് ശരിയാണ്. പൂവിന് നോവാതെ വേണം, പൂവറിയാതെ വേണം തുമ്പി പോയി തേനെടുക്കാൻ. പക്ഷേ സതീശനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ റേഷ്യോ തകർന്നാൽ എന്ത് ചെയ്യും? അതായത് തുമ്പിക്ക് തേൻ കുടിക്കാൻ ആവശ്യത്തിന് പൂവില്ലെങ്കിൽ എന്ത് ചെയ്യും സാർ? സത്യത്തിൽ കേരളത്തിൽ ആ പ്രതിസന്ധി ഉണ്ട് സാർ. ഒരുപാട് തുമ്പിയുണ്ട്, ഒരുപാട് തുമ്പികൾ തേൻ കുടിച്ചതിൻ്റെ ചരിത്രമെല്ലാം കേരളത്തിൽ UDF കാലത്തുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞു പോകുന്നില്ല. പക്ഷേ തുമ്പി ആവശ്യത്തിനുണ്ടായിരിക്കുകയും കുടിക്കാൻ പൂവില്ലാതിരിക്കുകയും ചെയ്താൽ സാർ, പുതിയ പൂക്കളെ സൃഷ്ടിക്കാനുള്ള ഒരു കർമ്മപദ്ധതി കൂടി കേരളത്തിൻ്റെ പരിസ്ഥിതിയെയും മാനവികതയും സാമൂഹ്യാവസ്ഥയും സൃഷ്ടിച്ചുകൊണ്ടേ നമുക്ക് പൂക്കളെ കൂട്ടി ഉള്ള തുമ്പിക്ക് പൂ നോവാതെ തേൻ കുടിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റൂ. നിങ്ങൾ വലിയവനാണ്, ആ ചങ്കുറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമാണ്. ഇനി പൂക്കൾ വിരിയിക്കുന്ന പരിപാടി മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. ധനമന്ത്രി ശ്രദ്ധിച്ചിരുന്നോളണം. പണ്ട് പാലം കടന്ന കഥയെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ ധനകാര്യ വകുപ്പ് മന്ത്രി ധനകാര്യത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ ജനപക്ഷത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ മാനവികതയുടെ കാര്യത്തിൽ മിടുക്കനാണെന്നുള്ള കാര്യത്തിൽ ഇവിടെയും തർക്കമില്ല. തോമസ് ഐസക് കൂട്ടത്തിലുള്ള നല്ലൊരു ധനകാര്യ വിദഗ്ധൻ തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള തർക്കം എന്താണെന്ന് വെച്ചാൽ അങ്ങ് പരാജയപ്പെട്ടു പോകുമെന്നാണ്. പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സാർ, പണ്ടൊരു പാലത്തിൻ്റെ മുമ്പിൽ ഒരു കർഷകൻ വന്നു നിന്ന ഒരു കഥയുണ്ട്. കർഷകൻ വന്നു നിന്നത് ഒരു കുട്ടം നെല്ലും ഒരു കുറുക്കനും ഒരു കോഴിയുമായി വന്നു നിന്നു. പക്ഷേ ആ പാലത്തിലൂടെ ഒരാളെ കൊണ്ട് മാത്രമേ കടക്കാൻ പറ്റൂ. 3 എണ്ണം കൂടെ ചേർത്ത് നടന്നാൽ വീണുപോകും. അത്തരം ഒരു പ്രതിസന്ധി കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കുണ്ട്. പക്ഷേ അദ്ദേഹം ആ പ്രതിസന്ധി മറികടക്കുകയാണ്. മറികടക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂൽപ്പാലത്തിൽ ഒറ്റയ്ക്കൊരു ചുമടുമായി പോകുന്ന ഈ ധനകാര്യമന്ത്രിയെ, അത് ഭരണകക്ഷിക്ക് വേണ്ടി മാത്രമല്ല, പ്രതിപക്ഷത്തിനും കേരളത്തിനും വേണ്ടിയാണ്. നിങ്ങൾ മറിഞ്ഞു വീഴണം എന്ന് പ്രാർത്ഥിക്കരുത്, നടന്ന് നീങ്ങണേ, അക്കരെ എത്തണേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഇത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അന്ന് ആ കർഷകൻ മറികടന്ന് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെയല്ല. കാരണം കോഴി, കുറുക്കൻ നെല്ലാണ്. നെല്ല് കൊണ്ടുപോയ കോഴിയെ പിടിക്കും, പിന്നെ കുറുക്കനെ കൊണ്ടുപോയ നെല്ല് തിന്നും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊണ്ടുപോകാൻ ഒക്കൂ. അയാൾ കൊണ്ടുപോയി, കോഴിയെ കൊണ്ടുപോയി അവിടെ നിർത്തി. അപ്പോൾ കുറുക്കൻ നെല്ല് ചെല്ലല, പിന്നെ നെല്ല് കൊണ്ടുപോയി. അപ്പോൾ കോഴിയെ തിരിച്ചുകൊണ്ട് വന്നു, പിന്നെ കുറുക്കനെ കൊണ്ടുപോയി, പിന്നെ വീണ്ടും കോഴിയെ കൊണ്ടുപോയി. അങ്ങനെ രക്ഷപ്പെട്ടെന്നാണ്. അങ്ങനെ ഒരു റിസ്കിലാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു റിസ്കിൽ നിൽക്കുമ്പം നമുക്ക് ഈ പാലം കിടക്കണം, നമുക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കണം. സാമ്പത്തിക വിദഗ്ധരല്ലെങ്കിൽ ഈ നാടിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ധാരണയുണ്ട്. അതിന് വലിയ സാമ്പത്തിക വൈദഗ്ധ്യമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഏത് വിധേയന പോയാലും ഐസക് എത്ര നല്ല ധനമന്ത്രി ആയാലും പിണറായി മുഖ്യൻ വിചാരിക്കുന്നത് പോലെ മാത്രമേ വരിസംഖ്യ കിട്ടൂ എന്ന് മുല്ലക്കരയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഐസക്കിനെ മണിയടിച്ച് മണി കൊണ്ടുപോകാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് കൃത്യമായ ഗീതോപദേശം കിട്ടാനാണ് ആ ഗോപിനാഥിനെ നിയമിച്ചതെന്നും മുഖ്യൻ പറഞ്ഞതിലൂടെ വ്യക്തമായല്ലോ. അതുകൊണ്ട് തുമ്പിയുടെയും കോഴിയുടെയും ഉദാഹരണങ്ങൾ നിരത്താതെ എന്തെങ്കിലും കാര്യമായി തടയുമെന്ന് നോക്കിക്കോളൂ. അല്ലെങ്കിൽ നാളെ കാര്യം ശരിക്കും ഗോപിയാകും. അപ്പോൾ പിന്നെ ഇന്നത്തെ പ്രധാന തല്ലിക്കെട്ടുകൾ വീണ്ടും നോക്കാം. തെറിപ്പിക്കാൻ നോക്കുന്നവരെ പറപ്പിക്കാൻ ഒരുങ്ങി വിജിലൻസ് സിംഹം. മിസ്റ്റർ വെട്ടിയച്ചനല്ലേ? അതെ, ഞാനാ. ആരാ? ഞങ്ങൾ ഇൻകം ടാക്സിനാണ്. നമ്മുടെ ജോലി എന്താണ്? ഈ കൃഷി. എന്താ? റബ്ബർ കൃഷി. അങ്ങനെ പറ. നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കൊടുക്കാറുണ്ടോ? ടാക്സ് കൊടുക്കാൻ വേണ്ടിയുള്ള വരുമാനമൊന്നും ഇല്ല. താഴെ നില കഴിഞ്ഞാൽ മുകളിൽ കത്തുന്നത് പേടിച്ച് ചെന്നിത്തലയും കൂട്ടരും. എന്താ പ്രശ്നം? ഇൻകം ടാക്സ് അറിയോ? നിങ്ങളാരാ? ഓഹോ, ഇൻകം ടാക്സ് സെർച്ച് പറഞ്ഞ വീട്ടിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന സെർച്ച് പറഞ്ഞുണ്ടോ? ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായാൽ കാണാൻ നല്ല ചേലായിരിക്കുമെന്ന് പിണറായി മുഖ്യൻ. ഭരണരംഗത്ത് ഒരു സ്തംഭനവും ഉണ്ടാക്കിയിട്ടില്ല. അതിനായുള്ള ഇടപെടൽ ആര് നടത്തിയാലും അതൊന്നും വിലപ്പോവുകയുമില്ല. നിങ്ങളുടെയൊക്കെ സാമ്രാജ്യം കുളം തോണ്ടിയിട്ട് ഞാൻ പോവും. ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്നോട് കളിച്ചാൽ മതി. കീലേരി അച്ചുവിനെ പൊളിച്ചടക്കി കോഴിക്കോട് കോർപ്പറേഷൻ. ഇതാണ് കൃഷ്ണമൂർത്തി പോകേണ്ടത് ഒഴിപ്പിച്ചെടുക്കേണ്ടതുമായ വിയറ്റ്നാം കോളനി. കോളനിക്ക് ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കമ്പനിയുടെ വകയാണ്.
എന്ത് വില കൊടുത്തും കീലേരി കോളനി പിടിച്ചടക്കുമെന്ന് പോലീസ്. എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. എല്ലാവരും ഒഴിഞ്ഞു പോയതിനു ശേഷം വെല്ലുവിളിച്ച് അച്ചു. നമുക്ക് പിന്നെ നിയമപരമായിട്ടല്ലോ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കില്ല, ഞാൻ ഏറ്റു. റെയ്ഡുമായി തന്റെ അടുത്തേക്ക് വന്നാൽ വിവരം അറിയുമെന്ന് ജോർജ് ചായൻ. സിനിമയുടെ 2ാം ഭാഗം ചിത്രീകരിക്കാൻ PC ലണ്ടനിൽ. പിരിമുറുക്കങ്ങൾക്ക് ശേഷം PC-യുടെ സിനിമയ്ക്ക് പേരിട്ടു. അങ്ങനെ ഗുരുകാരണവന്മാരുടെ അപ്രീതിക്ക് പാത്രമായി ആളുമാറി റെയ്ഡൊന്നും നടന്നില്ലെങ്കിൽ വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.